ഗൈസ് ഞങ്ങളങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. കണ്ട ഗൈസ് എയർപോർട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പോകാൻ പോകണം ഗൈസ്. പക്ഷേ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ് അവിടുത്തെ, അത് ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഗൈസ്. പക്ഷേ ഇത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നായിരിക്കും എന്നെ കാണാൻ കുറച്ചുകൂടെ അല്ലേ. എയർപോർട്ടിൽ കയറിക്കോട്ടെ ഗൈസ്, കയറിക്കോട്ടെ. കയറി എന്താണെന്ന് നോക്കിയിട്ട് വട്ടെ ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ, ആദ്യമായിട്ടാണ് എയർപോർട്ടിലൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഈ ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഷോപ്പെന്ന് അറിഞ്ഞൂടാ. അവിടെ പോയപ്പോൾ ഒരു ചായക്ക് 110 രൂപ. ഇവിടെ ആകുമ്പം 24 hours ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഓരോന്നിൻ്റെ ഫുഡിൻ്റെ ഇത് കണ്ടത്. അപ്പോൾ ഞാനിതിൽ ഒരു ചിക്കൻ റോളും ഒരു ചിക്കൻ ബർഗറും പറഞ്ഞു ഗൈസ്. അതിപ്പോൾ ഒരു ഇരിക്കുന്നു ഗൈസ്. അപ്പം നമ്മളെന്തായാലും ഇനി ഈ സെൽഫ് ചെക്കിനൊക്കെ ഉണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്തിനാണെന്ന്. എനക്കറിയുന്നില്ല, അവിടെ പോയി ചെക്കിൻ ചെയ്യണതാണ്. എനിക്ക് വൈകിട്ടാണ് കേസ്. വൈകിട്ട് 6:30-ക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. ഇപ്പോഴേ വന്നത് അറിഞ്ഞൂടാ, ആദ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നോക്കട്ടെ കേസ്, നോക്കിയിട്ട് പറഞ്ഞു തരാം. അല്ല ഓക്കെ ബൈ. നമ്മൾ കയറി ഇനി ഇവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോഴേ വന്നുകൊണ്ട് എന്തിനൊന്നും പറഞ്ഞാൽ എൻ്റെ പള്ളു വിളിക്കുന്നു. എന്തായാലും ഇതാണ് കേസ് എയർപോർട്ട്. അമ്മച്ചു ഒത്തിരി അടിപൊളി കേസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഒത്തിരി അടിപൊളി പീസ്ഫുൾ. എന്തായാലും നോക്കട്ടെ കേസ്, അങ്ങോട്ട് പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് പറയാം. കേസ് നമ്മൾ ചെക്കിൻ ചെയ്ത് എല്ലാം ചെയ്ത് അകത്ത് കയറി. എനിക്ക് കുറച്ച് പണി കിട്ടി കേസ്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യെ ഈ പ്ലാസ്റ്റർ ഇട്ടേക്കണോണ്ടേ അതിന് വേണ്ടിയിട്ട് കുറേ സമയമെടുത്ത് അവിടെ നിന്ന് ഇവിടെ പോകും, ഇവിടെ നിന്ന് അവിടെ പോകും, അവിടെ അടുത്ത് പറയും, ഇവിടെ അടുത്ത് പറയും, അങ്ങനെ കുറച്ച് പണിയായി. ഇതിൽ നമുക്ക് ഇതിൽ കൂടെ പോകാം കേസ്. നമുക്ക് ഇതിൽ കണ്ട ഈ സാധനത്തിൽ കൂടെ പോകാം. ഇത് കണ്ട കേസ്, ആ കിടക്കുന്ന പോണ കണ്ട കയറട്ടെ കേസ്. എന്തായാലും സമയമുണ്ട് ഇനി. ഞാൻ എന്തായാലും പോയിട്ട് പറയാം. ഓക്കെ. ഇതെന്തെന്ന് ഇപ്പോഴല്ലോ നോക്കാൻ എന്ത് പയ്യെ ഇഴഞ്ഞു പോകണമെന്നും പറഞ്ഞ് അവൾക്ക് പറ്റണല്ലോ പോലും. രസം. പട്ടിയെ കൊള്ളാവുന്ന ആളെ കൊള്ളാവുന്ന നോക്കു പോയി. കൊള്ളാല്ലേ? ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണത് യോഗ്യത്തിന് ഗൈസ്. നോക്ക് ഗൈസ്, എൻ്റെ സൂപ്പർ. അല്ല അതിലാണ് ഗൈസ് നമ്മൾ പോണത്. ആ ഫ്ലൈറ്റിലാണ് ഗൈസ്, അതുപോലത്തെ ഫ്ലൈറ്റിലാണ്. അതല്ല, അതുപോലത്തെ ഫ്ലൈറ്റാണ് ഗൈസ്. എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓ വാവ്, ഇത് കിടക്കണം ഓർമ്മ. ഫ്ലൈറ്റ് ലൈഫിൽ ആദ്യമായിട്ട് ഇതുകൊണ്ട് പറ്റില്ല. ഇത് കണ്ടേ എവിടെ കയറി പോണം. ഗൈസ് ഈ ഒരു വെള്ളത്തിന് 70 രൂപയാണ് ഗൈസ്. 70 രൂപ. മറ്റേ 500 ml, ഞാൻ 10 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന സാധനമാണ് 70 രൂപ. വിലയിൽ കൊടുത്തിട്ടില്ല ഗൈസ്. മച്ചുമാരെയൊക്കെ ഗൈസ്. നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുണ്ട് ഗൈസ്. അവിടെ നിന്ന് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഇത് ഗേറ്റ് അവിടെയാണ് 9. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കയറി. ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മളിങ്ങനെ വന്ന് ഗൈസ്. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ കാണിച്ചത് വ്യൂ ഞാൻ കാണിച്ചു തരാം. നോക്ക് ഗൈസ്. എൻ്റെ വൈക്കരോ എല്ലാം ഉണ്ട് ഗൈസ്. അയ്യോ സാറേ, ഇപ്പോൾ ഒരു വിഷയം കണ്ടു നോക്കിയാൽ കേസ്. നമ്മളപ്പം അതിട്ട് കയറാൻ കൊണ്ട് കേസ്. അയ്യോ ചേച്ചി ഇപ്പം എന്നെ പൊമ്മനെ. അയ്യോ എന്തിട്ട് കേസ്. ഇതൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കേസ്. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ ഇത്തിരി തണുപ്പ്. നമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ പോകണം കേസ്. അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.
ഇതൊക്കെ ഇതാണ് ഫ്ലൈറ്റ്. ഇതല്ലേ ഇവിടെ കണ്ട ഇതാണ് മറ്റേ ബോർഡിങ് പാസ്. പോയി എണ്ണടുത്ത് കയറാം. കയറട്ടെ കേസ്. ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് ഒറിജിനൽ ഫ്ലൈറ്റ്. അയ്യോ നോക്കട്ടെ കേസ്. പോയിട്ടെ കേസ്. അവിടുത്തെ തൊഴിവാണ്. എയർപോർട്ട് കേസ്. എൻ്റെ ആമത്തെ ഇതാണ് കേസ് നമ്മൾ വന്ന ഫ്ലൈറ്റ് കേസ്. ഒരു സാമാനം ഇത്. ഓപ്പോ സൂപ്പർ കേസ്. മലയാളീസാണ് ഇതിൻ്റെ അകത്ത് കയറണം. പക്ഷേ ഇവിടെ ഇതിൻ്റെ അകത്ത് എങ്ങനെ കയറും? ഫുൾ തിരക്കായിട്ടിരിക്കുക കേസ്. ഇവിടെയാണ് കേസ് വന്നേ. അയ്യോ അവിടെ ലഗേജൊക്കെ ഒക്കെ ഇവിടെ പോകണ്ടായി. അവിടെ അതിൻ്റെ അവിടെ ലഗേജൊക്കെ പോകണ കേസ് മലയാളി. അയ്യോ സൂപ്പറല്ലേ കേസ്. നമ്മളങ്ങനെ ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ് കേസിൽ. അയ്യോ ബസ് ദൂരണം പറന്ന് പോകണോ കേസ്. അയ്യോ അയ്യോ ഓക്കെ കേസ്. കേസ് അങ്ങനെ നമ്മൾ ഇറങ്ങി കേസ്. നമ്മളെ പിക്ക് ചെയ്ത ബസ് പോകുന്നു കേസ്. ബസ് പോലീസ്. അങ്ങനെ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഡൊമസ്റ്റിക് അറൈവൽ T2. അങ്ങനെ നമ്മൾ പോവുകയാണ്. മുച്ചു തുറക്ക മുച്ചു വെച്ച് പുറത്തിറങ്ങണം. പുറത്തുനിന്ന് അകത്തോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അത് ഞാൻ അത് എക്സ്പെക്ട് ചെയ്താണ് ഞാൻ വന്നത്. നോക്കട്ടെ. ഈ എന്തൊരു മയില വാഷ്റൂം. ഒരു വിഷയമില്ല ഏട്ടാ വാഷ്റൂമിൽ. നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കളിച്ചതൊക്കെ എൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മോ കാരണം നമ്മളെ കാലത്ത് ഇങ്ങനെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ കയ്യും കാലൊക്കെ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അയ്യോ എൻ്റെ അമ്മച്ചു എന്തൊരു സാമാനം ഇത്. എൻ്റെ പള്ളി നൈസ് ചേട്ടാ ഒരു രക്ഷയില്ല ചേട്ടാ. നൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. കാണിച്ചു തരാം എന്തൊരു വ്യൂ നോക്കുക ഇത്. എൻ്റെ അമ്മ ഇത് നൈസ് ആട്ടോ. ഒരു രക്ഷയില്ല ചേട്ടാ ഈ സാമാനം. ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ. എന്തൊരു ഭംഗി നോക്കിയാണ്. അയ്യോ പുറത്തിറങ്ങി കൈ എന്താ ഇങ്ങനെയാണ്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് ഗൈസ്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നെങ്കിൽ സോറി കണ്ടില്ലായിരുന്നല്ലേ. സോറി. അയ്യോ നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് വായി നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കൊന്ന് നോക്കട്ടെ ഗൈസ് എന്തായാലും. ഓക്കെ ചേട്ടാ. എൻ്റെ അമ്മ ചോദിച്ചു എന്തൊരു സാമാനമെന്നറിയോ ഗൈസ്. ഫുഡ് ചിരിച്ച് ആൻറ്റി വിചാരിച്ചില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണേ. അപ്പോഴാണ് ചിരിച്ച കളായി ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതെഴുപ്പോ മരം ഗൈസ് മരം. എൻ്റെ അമ്മച്ചു വാട്ട് ഈസ് ദിസ് ഗൈസ്. ഓ മാൻ കിട്ടില്ല. അത് ഈ ക്യാമറയിൽ കൂടെ എനിക്ക് തോന്നല്ല നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുമെന്ന്. നമുക്കിനി 6 മണിക്ക് 6:30 എന്തുവാണ് അടുത്ത ഫ്ലൈറ്റ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിച്ചു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ ഇവിടെ അടുത്തൊരു മാള് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ മാളിലോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങോട്ട് പോകാൻ പറ്റിയ അതിൻ്റെ അടുത്ത് എങ്കിലും കട ഉണ്ടെങ്കിൽ അവിടെ കയറാം. അല്ലെങ്കിൽ മാളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേസ്. അതായിരിക്കും ബെറ്റർ. നോക്കട്ടെ എന്തായാലും. ഓക്കെ ഞാൻ ഇങ്ങോട്ട് നടക്കുവാണ് കേസ്. ഒരു 300 മീറ്ററേ ഉള്ളൂ കേസ്. ഇനി വണ്ടിയിൽ 300 മീറ്ററിൽ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു അറൗണ്ട് ഒരു 100 രൂപയെങ്കിലും 100, 90, 80 രൂപ അടുപ്പിച്ചെങ്കിലും കൊടുക്കണം. ഇതായിരിക്കും കുറച്ച് ബെറ്റർ. എന്തായാലും പോയിട്ട് വരാം കേസ്. ഗൈസ് പബ്ബ് ഗൈസ്. ഇവിടെ പബ്ബും ഇങ്ങനത്തെ ഒരു സെറ്റ് വൈബും ഉണ്ട് ഗൈസ്. ഇത് എയർപോർട്ടാണ് ഗൈസ്. ഇത് മറ്റേ ഈ സാധനം ആർക്കെങ്കിലും ഒക്കെ അറിയോ ഗൈസ്? ഇത് എന്താണെന്ന് അറിയോ? സ്മോക്ക് ഏരിയ ഇതും അവിടെ ഉണ്ട്. സ്മോക്ക് ഏരിയ
സ്മോക്കിംഗ് ഏരിയ ആണ് കേസ്. അത് സ്മോക്കിംഗ് ഏരിയ ആണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണാൻ പറ്റില്ല കേസ്. ഇവിടെ പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ മുണ്ടില്ല. കണ്ട പബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഉണ്ട്, ലാസ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ ഫുൾ പബ്ബാണ് കേസ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഇതുണ്ട് ഈ കൊറിയനിലെ ഈ ഒരു എന്തെന്ന് സ്പൈസി ചിക്കൻ പോപ്സും ഓർഡർ ചെയ്ത്. പിന്നെ നമ്മൾ ഐ തിങ്ക് ഇതിൽ ഇതാണ് അല്ലല്ല ഓക്കെ പെരി പെരി ചിക്കൻ ടിക്ക ഇതും ഈ ചിക്കൻ ടിക്കയും ഇതുമാണ് കേസ് ഓർഡർ ചെയ്തത്. കഴിച്ച് നോക്കാം നമുക്ക്. ഓക്കെ ഓട്ടെ. അവന് താങ്ക് യു പറഞ്ഞിട്ട് അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ വന്നിരിക്കുകയാണ് കേസ്. കൊണ്ട് അവനാണ് നോട്ടിട്ട് വെച്ച് അവനാണ് ആള്. നോക്കട്ടെ കേസ്. പൊള്ളിച്ച് ഇളക്കിയാണത്. ഇതാണോ? ഇതാണ് മറ്റേ കൊറിയൻ ഷൂസി ടിക്ക. ഹലോ എരിവാണ്. ഫ്രൈ ചെയ്ത് നോക്കട്ടെ കേസ്. കൊറിയൻ കൊള്ളില്ല, എരിവ് കൊള്ളില്ല. നെക്സ്റ്റ് ഗൈസ് നമ്മൾ ടെർമിനൽ 1-ലാണ് ഇറങ്ങിയത് ഗൈസ്. 3-ലാണ് ഇറങ്ങിയത്. എന്നിട്ട് 1-ലോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചത് അല്ലേ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയൂടെ ഗൈസ് എവിടെ വന്നിട്ട്. പിന്നെ ഇപ്പോൾ ടെർമിനൽ 2-ൽ വന്നു ഗൈസ്. ഇത് നോക്ക് ഗൈസ്, എന്തിരുന്നത്. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട്. എൻ്റെ അമ്മോ, ടെർമിനൽ 2 ഇതാണ് ഗൈസ്. എന്തിരിത്. അയ്യോ എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. അങ്ങനെ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഗൈസ് ഇതാണ് നമ്മൾ മറ്റേ നോക്കിയ നമ്മൾ പോവാൻ എന്ന് വെച്ചാൽ നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഓടാനുള്ള ടാക്സി ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഗൈസ്. ഈ ടാക്സിയാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജോലിയുടെ ഇതിന് വേണ്ടി സെറ്റ് ചെയ്ത ഈ ടാക്സിയാണ് ഗൈസ്. ഈ ടാക്സി നമ്മൾ ആ ടാക്സി ഒരിക്കൽ ഒരു വേക്കൻസി വന്നായിരുന്നു ബാംഗ്ലൂർ ഡ്രൈവിങ്ങിന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ തന്നെ ചിലപ്പോൾ വരേണ്ടി വരും ടാക്സി ഓടാൻ വേണ്ടിയിട്ട്. അവിടെ ഗൈസ് നമ്മൾ എന്തോന്ന് ചെക്കിൻ ചെയ്ത് അകത്ത് കയറി ഗൈസ്. വ്യൂ നോക്കിയോ ഗൈസ്, ഇവിടെയൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. ഒരു ഭംഗി ഗൈസ് ഇവിടെയൊക്കെ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഗൈസ്. ഉറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ വന്നത്. എന്നുവെച്ചാൽ നമുക്ക് അവിടെ നിന്ന് 4 മണിക്കൂർ മുമ്പേ നമുക്ക് കയറാൻ പറ്റും. അതിന് മുന്നേ കയറാൻ പറ്റില്ല. 4 മണിക്കൂർ മുമ്പ് ഉറക്ക പ്രാന്തില്ല, മനസ്സിലാവല്ലേ ഗൈസ്. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അടുത്ത മോർണിംഗ് ഫ്ലൈറ്റാണ് ഗൈസ് ട്രിവാൻഡ്രത്തോട്ടുള്ള. വിമാനം തണുപ്പ്, ഭയങ്കര തണുപ്പ്. അടുത്ത മറ്റേ ഫ്ലൈറ്റ് മോർണിംഗ് ഫ്ലൈറ്റ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഗൈസ്. 25 ആണ് ഗൈസ്. നമുക്ക് 25B ആണ് ഗൈസ്. നോക്കട്ടെ, 21 എത്തി. നമ്മൾ ഏറ്റവും പുറകിലൊക്കെയാണ് ഗൈസ്. ഓക്കെ, കിട്ടി ഗൈസ്. നോക്കട്ടെ. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഈ ഒരു ഇതൊക്കെ കാണണേ. ഈ കളയല്ലേ, ഭംഗിയുണ്ട്. ഒക്കെയാണ്.
അതുപോലെ വാഷ്റൂമിലൊക്കെ പോയിട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ അവിടെ തമ്പാനൂരിൽ നിന്ന് ബസ് കയറി ഗൈസ്. ബസ് കയറി ഇവിടെ എത്തി, വീടിൻ്റെ അവിടെ എത്തി. കുറച്ചുള്ള നടക്കാൻ. അപ്പം നീണ്ട 6 ദിവസത്തെ ട്രിപ്പായിരുന്നു ഗൈസ്. കുറേ ഇടത്തൊന്നും പോയില്ല, കുറേ ഇടത്തൊക്കെ പോയി. പക്ഷേ പോയതൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കൂടെ ഒരൊറ്റ ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് ഗൈസ് ഞാൻ പോയത്. ചാർമിനാർ പോകണം, കാണണം എന്നൊക്കെ. അത് പോയി കണ്ട് എന്തായാലും കൊള്ളായിരുന്നു ഗൈസ്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ 1-2 ദിവസം വെറുതെ വേസ്റ്റായി, വെറുതെ അവിടെ ഇരുന്നും അങ്ങനെയൊക്കെ. എന്തായാലും കൊള്ളാം.